നാടകത്തിൽ നിന്നുമാണ് സിനിമയിലേക്ക് വരുന്നത്. നമ്മൾ ഈ പറയുന്ന ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ അതായത് ഞാൻ പാടുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ, സംഗീത കച്ചേരിക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കവിയൂർ എന്ന പേരുണ്ടാകാൻ കാരണം അന്ന് കവിയൂർ രേവമ്മ എന്ന് പറഞ്ഞ് നിങ്ങളാരും കേട്ടിട്ടുണ്ടാവില്ല. കവിയൂർ രേവമ്മ എന്ന് പറഞ്ഞൊരു പാട്ടുകാരി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അരങ്ങേറ്റത്തിന് ഞാൻ അങ്ങോട്ട് തകർത്ത് പാടി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത് എൻ്റെ സ്കൂളിലെ മാഷ്, അത് ദേവരാജൻ മാഷെ വിളിച്ചിങ്ങനെ പറഞ്ഞിങ്ങനെ ഒരു പാടുന്ന കുട്ടിയുണ്ട്. ഒരു ദിവസം പെട്ടെന്ന് ദേവരാജൻ മാഷും അപ്പോൾ അച്ഛന് മനസ്സിലായി. എല്ലാവരും കൂടി കയറി വന്ന് കൊച്ചിനെ നാടകത്തിലേക്ക് പാടാൻ വേണ്ടിയാണ് വിളിക്കാനാണ് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞ് അങ്ങനെ ആണ് മൂലധനത്തിൽ പാടാൻ ചെന്നതാണ്. അപ്പോൾ പാട്ടുകാരനെ ഞാൻ ക്ലാസിക്കൽ പഠിച്ചതുകൊണ്ട് ക്ലാസിക്കൽ ടച്ചസ് ഉള്ള പാട്ടുകളായിരുന്നു ദേവരാജൻ മാഷ് എനിക്ക് വേണ്ടി ചെയ്തത്. ഇന്നത്തെ മാതിരി ഒന്നും അല്ല, 2-3 മാസമൊക്കെയാണ് റീഹേഴ്സലൊക്കെ എല്ലാവരെയും ഡൂപ്പിനെയൊക്കെ നിർത്തി റീഹേഴ്സലൊക്കെ നിർത്തി സമയമായിട്ടും ഹീറോയിനെ കിട്ടിയില്ല. അപ്പോൾ പൂച്ചൻ സംസാരമായി. കൊച്ചിനെ അങ്ങ് വേഷം കെട്ടിച്ചാലോ അഭിനയിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു. എനിക്ക് പേടിയാണ്. ഞാൻ അന്ന് വരെ സിനിമ കണ്ടിട്ടില്ല, നാടകം കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. അപ്പം തോപ്പിലാശാനാണ് പറഞ്ഞത്, എടി കൊച്ചെ ഇത് വലിയ സംഭവമൊന്നുമില്ല, ഞാൻ പറഞ്ഞു തരുന്ന പോലെ നീ അങ്ങോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ആദ്യം എനിക്ക് മേക്കപ്പ് തൊട്ട് എൻ്റെ നെറ്റിയിൽ വെച്ച് തന്നത് തോപ്പിൽ വാസിയാണ്. അഭിനയ ജീവിതത്തിലെ എൻ്റെ ഗുരു അദ്ദേഹമാണ്. അങ്ങനെയാണ് അഭിനയിക്കാൻ തുടങ്ങിയത്, നടിയായത്. സിനിമയ്ക്ക് പുറത്തുള്ള സാമൂഹ്യ പ്രവർത്തനം ഉൾപ്പെടെ പൊന്നമ്മ ചേച്ചി ഇൻവോൾവ് ആവുന്ന മറ്റ് ആക്ടിവിറ്റീസൊക്കെ കാര്യമായിട്ടുണ്ടോ? ജനസേവ ശിശുഭവൻ എന്ന് പറഞ്ഞിട്ട് അത് നടത്തിക്കൊണ്ട് പോകുന്ന ആൾ ജോസ് മാവേലിയാണ്. അദ്ദേഹം ഒരുപാട് നന്മയുള്ള ഒരു മനുഷ്യനാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ അവിടെ കുട്ടികളെ ഈ തെരുവിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന് വെറുതെ അവിടെ വളർത്തി വലുതാക്കി അങ്ങ് വിടുകയല്ല. 2-3 പിള്ളേർ ബാങ്കിൽ ജോലിക്കാരാണ്, ഗെയിംസിലുണ്ട്. പിന്നെ പെൺകുട്ടികൾ പ്രായമാകുമ്പോൾ അവരെ കല്യാണം കഴിച്ചയക്കും. ഇതിനൊക്കെ ഞാൻ ദൃക്സാക്ഷിയാണ് എല്ലാത്തിനും. പിന്നെ എന്നെ കൊണ്ടാവുന്നതൊക്കെ ആരെങ്കിലും വന്ന് സഹായം ചോദിച്ചാൽ ചെയ്യാറുണ്ട്. വലുതൊന്നും അല്ലെങ്കിലും ചെറിയ തോതിലൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ അമ്മ കഥാപാത്രങ്ങളെ ചെയ്യുന്നു, ഓരോന്നും പ്രേക്ഷകർക്ക് തൃപ്തി നൽകുന്നു. ഇടയ്ക്കൊന്ന് ചിലതെങ്കിലും മാറ്റി ഒന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള എന്തെങ്കിലും വേഷങ്ങളും ഉണ്ടോ? ഞാൻ ചെയ്യില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഏതുകൊണ്ട് ഒരു സുഹൃത്ത് വന്ന് ഒരു വില്ലത്തി, ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല. കാരണം എന്നെ ഇഷ്ടപ്പെടുന്നതും ഞാൻ ഇഷ്ടപ്പെടുന്നതും കുഞ്ഞുങ്ങളെയാണ്. അപ്പോൾ അവർക്ക് ഒരിക്കലും അത് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ ചെയ്യില്ല. ഇപ്പം ജനസേവയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളൊക്കെ കാണിക്കുന്ന കാണുമ്പം നമുക്ക് കണ്ണ് നിറയും. ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ് കുട്ടികൾക്ക് തന്നെ. നമ്മൾ ജനിച്ച് വളർന്ന് ജീവിച്ച നാടിൻ്റെ പേര് അല്ലെങ്കിൽ നമ്മളുടെ വളർച്ചയ്ക്ക് സാക്ഷ്യം വെച്ചൊരു സ്ഥലത്തിൻ്റെ പേര് തന്നെ നമ്മളോടൊപ്പം ചേർന്നൊരു അലങ്കാരമായി തുടരുന്നതും ഒരു സന്തോഷമാണ്. അപ്പോൾ കവിയൂർ ഞാനിത് പറഞ്ഞോ, എനിക്ക് ആ പേര് കിട്ടാനുണ്ട്. അത് പറഞ്ഞു തുടങ്ങി, പക്ഷേ എന്തോ അതായത് രേവമ്മയെക്കുറിച്ച് പറഞ്ഞല്ലോ, രേവമ്മ. അപ്പം ഞാൻ അന്ന് അരങ്ങേറ്റത്തിന് ഞാൻ ഭയങ്കര ഇതായിട്ട് പാടി കഴിഞ്ഞപ്പോൾ ആ നാട്ടിലെ ഒരു പ്രമുഖനായ ഒരു വ്യക്തി സംസാരിച്ചു, നമ്മുടെ രേവമ്മയെ പോലെ നമ്മുടെ കുഞ്ഞു പൊന്നമ്മയും കവിയൂരിന് അഭിമാനമായി കവിയൂർ പൊന്നമ്മ എന്ന പേരിൽ അറിയപ്പെടട്ടെ. അപ്പോൾ ഈ 11 വയസ്സിൽ കിട്ടിയതാ ഈ കവിയൂർ പൊന്നമ്മ എന്ന പേര്. നാടകത്തിന് വന്നപ്പം പേര് മാറ്റാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കില്ല. സിനിമയ്ക്ക് വന്നപ്പം പറഞ്ഞു ഒരു ആറന്മുള പൊന്നമ്മ ചേച്ചിയുണ്ട്, ഒരു വയസ്സായ പേരാ പൊന്നമ്മ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയും ഇട്ട പേര് മാറ്റുന്ന പ്രശ്നമേ ഇല്ല, എനിക്ക് സിനിമയിൽ അഭിനയിക്കുകയും വേണ്ടെന്ന് പറഞ്ഞു. സിനിമ തുടങ്ങിയിട്ട് ഇതുവരെയും വലിയ കാര്യമായിട്ടുള്ളൊരു ബ്രേക്കോ ഇടവേളയോ നിർത്തലോ ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ ഇല്ല, തുടർച്ച തന്നെയാണ്. പൊന്നമ്മ ചേച്ചി ഇപ്പോൾ സംസാരിക്കുമ്പോൾ പോലും ഏറ്റവും കൂടുതൽ ഞാനും പ്രേക്ഷകൻ കണ്ട് പുഞ്ചിരിയാണ്. കുറച്ച് കോമഡി സിനിമകളിലും ഇത്തിരി ഗൗരവത്തിലാണ് പൊന്നമ്മ ചേച്ചി നിൽക്കുകയെങ്കിൽ പോലും ഈ തമാശയുടെ ഇടയിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സന്ദേശം എന്ന സിനിമ, അതിൽ അമ്മവേഷം, 2 മക്കൾ തമ്മിൽ അടി, രാഷ്ട്രീയപരമായിട്ടുള്ള വഴക്കാണല്ലോ.
ഇത് തുടങ്ങിയ തീരുന്നവരെ തമാശയാണ്. പക്ഷെ അമ്മ ഇതിന്റെ ഇടയിൽ അമ്മയുടേതായിട്ടുള്ള ഒരു ഗൗരവം കാണിച്ചുകൊണ്ടാ പോകുന്നത്. ഇപ്പൊ വിയറ്റ്നാം കോളനി, അതിനും തീരുന്നവരെ തമാശകളുടെ ഇടയിൽ അല്ലേ, മോഹൻലാൽ സാറിന്റെ അമ്മയായിട്ടുള്ള ക്യാരക്ടറാണ്. പിന്നെ എനിക്ക് ഇൻ ഹരിഹർ നഗർ സിനിമയിൽ സിദ്ദിഖ് ലാൽ സിനിമ അതെനിക്ക് ഇഷ്ടമായിരുന്നു ആ സിനിമ. അതെ, ഒരുപക്ഷെ ത്രൂ ഔട്ട് സിനിമയിൽ പടം ഒരിത്തിരി ഗൗരവത്തിലേക്ക് മാറുന്നത് പൊന്നമ്മ ചേച്ചിയുടെ ക്യാരക്ടറിന്റെ ഒരു എൻട്രിയിലൊക്കെയാണ്. അപ്പൊ ഞാൻ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനും അല്ലെങ്കിൽ സിനിമയിലൊക്കെ അത്തരത്തിലുള്ള നർമ്മം തമാശ അതിലൊക്കെ പങ്കുചേരാറുണ്ടോ കാര്യം? പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ സിദ്ധുവിന് എന്നെ ഒത്തിരി ഇഷ്ടമാണ്. എനിക്കും സിദ്ധുവിനെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം സിദ്ധു ഇങ്ങനെ ഓരോരോ തമാശകൾ പറയും, എനിക്ക് വേണ്ടി തന്നെ തമാശകളൊക്കെ പറയും. അത് കേൾക്കും, ഞാൻ ചിരിക്കും. അവർക്കൊക്കെ ഒരു ഒത്തിരി സ്നേഹമാണ് എന്നോട് എല്ലാവർക്കും, എനിക്കും അതെ. ആ സ്നേഹവും സന്തോഷവും ഒരുപാട് നാൾ ആസ്വദിക്കാൻ സാധിക്കട്ടെ. വളരെ സന്തോഷം പൊന്നമ്മ ചേച്ചിയോട് ഇത്രയും നേരം സംസാരിക്കാൻ സാധിച്ചതിൽ. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. ആയിക്കോട്ടെ മോനെ, നമസ്കാരം.